നമസ്കാരം. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഹനൂക്ക ചടങ്ങുകൾക്കിടെ ഉണ്ടായ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ട സംഭവം ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരുന്നു. ഈ സംഭവത്തിൽ 2 പേരാണ് ജനക്കൂട്ടത്തിന് നേരെ അവിടെ വെടിയുതിർത്തത്. സജാദ് അക്രം, അയാളുടെ മകൻ നവീദ് അക്രം, ഈ 2 പേരാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത്. ഇവരിൽ സജാദ് അക്രത്തിനെ പിന്നീട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അയാളുടെ മകനായ നവീദ് അക്രത്തിന് വെടിയേറ്റ് കോമ സ്റ്റേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഇയാളുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവർ ഏഷ്യൻ വംശജരാണ് എന്ന് ഉറപ്പായിരുന്നു ഇവരുടെ പേര് കണ്ടപ്പോൾ. അന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇവർ 2 പേരും പാകിസ്ഥാൻ സ്വദേശികളും ലാഹോറിലുള്ളവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വന്നത്. എന്നാൽ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ സജാദ് അക്രം പാകിസ്ഥാൻകാരനല്ല, ഇന്ത്യക്കാരനാണ് എന്നുള്ളതാണ്. ഇയാൾ തെലങ്കാന സ്വദേശിയാണ്, അവിടെ ഹൈദരാബാദിൽ ജനിച്ചു വളർന്ന ഒരാളാണ് എന്നാണ്. ആദ്യം ഇത് കേട്ടപ്പോൾ നമുക്കൊക്കെ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും, കാരണം ഇത് ലോകത്ത് നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾ ഇന്ത്യക്കാർ ഭീകരന്മാരുടെ വേഷത്തിലെത്തുന്നത് വളരെ അപൂർവ സംഭവമാണ്. ഇന്ത്യയിൽ നിരവധി തീവ്രവാദ സംഘടനകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകളിൽ ഇന്ത്യക്കാരുണ്ട് എന്നുള്ളത് നമുക്കെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്പരപ്പിക്കുന്ന വാർത്തയാണ്. ഈ നീചന്മാർ ഇന്ത്യക്കാരാണ് എന്നുള്ളത് നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്നതാണ്. കാരണം ഓസ്ട്രേലിയ കുടിയേറ്റത്തെ കാലത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജ്യമാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. അതിൽ നിരവധി മലയാളികളുണ്ട്. അതല്ല, ഇവർ നടത്തിയ വെടിവെപ്പിൽ പരിക്കേറ്റ 40 പേരിൽ 3 പേർ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളാണെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും സജാദ് അക്രം ആരാണ് എന്നുള്ള ഒരു അന്വേഷണം പിന്നീട് പോലീസ് നടത്തിയിരുന്നു, ഇന്ത്യൻ പോലീസുമായി നടത്തിയിരുന്നു. അതനുസരിച്ച് തെലങ്കാനയിലെ DGP ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി. സജാദ് അക്രം ഹൈദരാബാദ് സ്വദേശി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇയാൾ 1997-98 പഠിത്തം കഴിഞ്ഞ് BCom പൂർത്തിയാക്കിയതിന് ശേഷം ഓസ്ട്രേലിയയ്ക്ക് കുടിയേറുകയായിരുന്നു. അവിടെ എത്തി ഇയാൾ ഒരു യൂറോപ്യൻ വനിതയെ വിവാഹം കഴിക്കുകയും പിന്നീട് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തതാണ്. പക്ഷേ ഒരു ശ്രദ്ധേയമായ കാര്യം, ഇയാൾ ഇത്രയും വർഷമായിട്ടും അവിടുത്തെ പൗരത്വം സ്വീകരിച്ചിരുന്നില്ല. ഓസ്ട്രേലിയൻ പൗരനായിട്ടേ ഇല്ല ഇയാൾ. മാത്രമല്ല, ഇയാളുടെ കൈവശമുണ്ടായിരുന്നത് ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇയാൾ യാത്ര ചെയ്ത എല്ലാ സ്ഥലങ്ങളും രേഖയായി കാട്ടിയിട്ടുള്ളത് ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇത് വളരെ കൃത്യമായി തന്നെ അവിടുത്തെ പോലീസും ഇന്ത്യൻ പോലീസും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഇയാളുടെ പശ്ചാത്തലം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇയാൾ വളരെ ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. ഇയാളുടെ ഭാര്യ വിദേശിയാണ്, 2 മക്കളുണ്ട്. ഇപ്പോൾ ഇവിടെ നവീദ് അക്രവും ഒരു മകളുമാണ് ഇയാൾക്കുള്ളത്. പൊതുവെ ഈ കുടുംബം ഒതുങ്ങി ജീവിച്ചിരുന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇയാൾക്ക് ഒരു പ്രധാന ഹോബി ഉണ്ടായിരുന്നത് തോക്കുകൾ വാങ്ങി കൂട്ടുന്നതായിരുന്നു. ഇയാൾക്ക് ലൈസൻസുള്ള തോക്കുകളാണ് കൈവശമുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്. 6ഓളം തോക്കുകൾ ഇയാളുടെ കൈവശമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. കൂടാതെ അവിടെയുള്ള ഒരു ഗൺ ക്ലബ്ബിലും ഇയാൾ സജീവ അംഗമാണ്. ഇയാൾ വെടിവെപ്പിൽ പരിശീലനം നേടിയ ആളാണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് പരിശീലനം നേടിയത് എന്നുള്ള കാര്യം ആർക്കും അറിയുകയുമില്ല. ഇതിലെ വിചിത്രമായ കാര്യം, നജാദിൻ്റെ ഭാര്യയ്ക്ക് ഈ അവരുടെ ഭർത്താവിൻ്റെയോ മകൻ്റെയോ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും തന്നെ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരോട് ഈ മകൻ ഫോണിൽ വിളിച്ച് പറഞ്ഞത് തങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്, പതുക്കെ വരാമെന്നാണ്. ഈ പലപ്പോഴും ഇവർ അച്ഛനും മകനും കൂടെ ചേർന്ന് മീൻപിടുത്തത്തിന് പോകാറുണ്ട്. അതവരുടെ പ്രധാന വിനോദമാണ്. ഒരുപക്ഷെ അത്തരത്തിൽ എവിടെയെങ്കിലും മീൻ പിടിക്കാൻ വേണ്ടി പോയതായിരിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ ഇവർ ചെയ്തത് വടക്കൻ സിഡ്നിയിലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ രഹസ്യമായി ഈ ആയുധങ്ങളുമായി ഒളിച്ചു കഴിയുകയായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് ഏതെങ്കിലും പ്രത്യേക തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളതായി ഇനിയും തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇവർ IS തീവ്രവാദികളോട് സ്വയം അവരോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ ക്രൂരത കാണിക്കാൻ ഇറങ്ങിയതാണ് എന്ന് വേണം കരുതാൻ. ഇവർക്ക് എന്തെങ്കിലും വിദേശ രാജ്യങ്ങളിൽ തീവ്രവാദ ബന്ധമുള്ളതായി സൂചനകൾ ലഭിച്ചിട്ടില്ല. പിന്നെ ഒരു സാധ്യത കാണുന്നത്, ഇവർ 2 പേരും ചേർന്ന് കുറേ നാളുകൾക്ക് മുമ്പ് ഫിലിപ്പൈൻസിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. അവിടെ എന്തിനാണ് ഇവർ പോയത് എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പരിശീലനമോ മറ്റവർക്ക് ലഭിച്ചിരുന്നോ, അവിടെ ഇവർ തീവ്രവാദികൾ ആരെങ്കിലും കണ്ടുമുട്ടിയിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോഴും ആർക്കും അറിയില്ല. നവീദ് അക്രത്തിന് ബോധമെന്ന് അയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. നജാദ് അക്രം ഓസ്ട്രേലിയയിലേക്ക് പോയതിനു ശേഷം വെറും 6 പ്രാവശ്യം മാത്രമാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതും സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവ തീരുമാനമാക്കാനുമാണ് ഇയാൾ വന്നിരുന്നത്. ഇയാളുടെ പിതാവ് മരിച്ചിട്ട് പോലും നാട്ടിൽ മടങ്ങിയെത്താൻ ഇയാൾ തയ്യാറായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ബന്ധുക്കൾക്കും ഇയാളെക്കുറിച്ച് കൃത്യമായ യാതൊരു അറിവുമില്ല. ഇയാൾ ഓസ്ട്രേലിയയിലേക്ക് പോയതിന് ശേഷം അങ്ങനെ ബന്ധുക്കളുമായി ഒരിക്കലും ബന്ധപ്പെടാറില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾക്ക് ഓസ്ട്രേലിയയിൽ ബിസിനസ്സാണെന്നാണ് തങ്ങളുടെ അറിവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ എന്ത് ബിസിനസ്സാണെന്നുള്ള കാര്യം അവർക്കും അറിയില്ല. ഏതൊരു അച്ഛനും മകനും ചേർന്ന് നടത്തിയ ഈ ആക്രമണത്തിൽ 16 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 10 വയസ്സുകാരൻ മുതൽ 87 വയസ്സുകാരൻ വരെ ഉൾപ്പെടുന്നു. ഈ കൊല്ലപ്പെട്ട 87 വയസ്സുകാരൻ നേരത്തെ ഹിറ്റ്ലറിൻ്റെ നാസി തടങ്കൽ പാളയത്തിലെ ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ മനുഷ്യനാണ്.
പക്ഷേ അദ്ദേഹത്തിനും ഇയാളുടെ വെടികൊണ്ട് മരിക്കാനായിരുന്നു യോഗം. എന്നാൽ ഇവർ രണ്ടുപേരും ചേർന്ന് വെടിവെക്കുന്നതിനിടെ അവിടെ എത്തിയ മുഹമ്മദ് അൽ മുഹമ്മദ് എന്ന ഒരു പഴക്കച്ചവടക്കാരനാണ് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചത്. അയാൾ പെട്ടെന്ന് തന്നെ ഇതിലൊരാളിനെ കീഴ്പ്പെടുത്തി അയാളെ തോക്ക് പിടിച്ച് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മകൻ്റെ തോക്കാണ് എന്നാണ് കരുതപ്പെടുന്നത്. അതിനിടയിൽ അച്ഛൻ ഇയാളെ വെടിവെക്കുകയായിരുന്നു. 2 കൈകളിലും വെടിയേറ്റിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് ഇപ്പോൾ ആശുപത്രിയിൽ സുഖം പ്രാപിച്ച് വരികയാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ ഇത് വലിയൊരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം ഓസ്ട്രേലിയ പൊതുവെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇത്തരത്തിലുള്ള തീവ്രവാദി പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള നടപടികളിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടി വരും. ഈ അച്ഛനും മകനും അതീവ രഹസ്യമായി അതിങ്ങനെ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിരുന്നോ, അവർക്കുമായി ബന്ധമുണ്ടായിരുന്നോ എന്നുള്ള കാര്യം തന്നെയാണ് ഓസ്ട്രേലിയൻ പോലീസ് പ്രധാനമായി അന്വേഷിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ ഏതെങ്കിലും തീവ്രവാദ സംഘടനയുമായി അവർ ബന്ധപ്പെട്ടിരുന്നോ എന്നുള്ള കാര്യവും ഇന്ത്യൻ പോലീസ്, പ്രത്യേകിച്ച് തെലങ്കാന പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ചില തീവ്രവാദ സംഘടനകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് നേതാക്കളൊക്കെ തന്നെ പലരും ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. എങ്കിലും അവരുമായിട്ടൊന്നും ഇയാൾക്ക് വലിയ ബന്ധമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിഗമനം. കാരണം ഇയാൾ നാടുമായും തീരെ ബന്ധപ്പെടാത്ത ഒരു മനുഷ്യനായിരുന്നു, സമൂഹമായിട്ട് അത് ഇടപഴകാത്ത ഒരാളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നജാദിൻ്റെ 2 മക്കൾക്കും ഓസ്ട്രേലിയയിൽ പൗരത്വം ഉണ്ടായിരുന്നു. അപ്പോൾ വെടിയേറ്റ ഇയാളുടെ മകൻ നവേദിനും ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണ് ഉള്ളത്. അയാൾ ഓസ്ട്രേലിയൻ പൗരനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. കാര്യം ഈ നീചന്മാർ പാകിസ്ഥാൻകാരാണ് എന്ന് നമ്മൾ കരുതിയിരുന്നപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു യൂട്ടേണിലൂടെ ഇവർ ഇന്ത്യക്കാരാണ്, ഇതിലെ പ്രധാന കക്ഷി ഇന്ത്യക്കാരൻ തന്നെയാണ് എന്ന് തെളിഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായൊരു കാര്യമാണ്. കാരണം ഒരുപാട് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യവും കൂടിയാണ് ഓസ്ട്രേലിയ.